ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ വരൂ. എന്തൊക്കെയുണ്ട് ഡോക്ടർ? സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞ 10 lakhs. താങ്ക് യു. ഓക്കെ. ഞാനൊന്ന് പറഞ്ഞില്ലേ ഒരു കാർ വാങ്ങിക്കാനാ. ജോണിച്ചായൻ്റെ മോളല്ലേ, ലോൺ എടുക്കണ കുറച്ചിലായിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അതല്ല, മൊത്തം ക്യാഷ് ആയിട്ട് പേ ചെയ്താ 5% ഡിസ്കൗണ്ട് കിട്ടും. ഓ ഓക്കെ സാർ, താങ്ക് യു. ഓ വെൽക്കം. സാറിന് എല്ലാം കൊണ്ടും പറ്റും സാർ. നല്ല ടോക്ക്, നല്ല ആക്സിലറേഷൻ, പിന്നെ 17 കിലോമീറ്റർ മൈലേജും, 1 വർഷത്തെ ഫ്രീ സർവീസ്. പിന്നെ സാറ് മുഴുവൻ ക്യാഷും പേ ചെയ്യുന്നതുകൊണ്ട് 5% ഡിസ്കൗണ്ടും ഉണ്ട്. അല്ല, ഈ മോഡലിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലേ? ഇല്ല സാർ, 5 സ്പീഡ് മാനുവൽ. ഈ മോഡലിന് ഓട്ടോമാറ്റിക് വരുന്നില്ല സാർ. അയ്യോ, അത് പ്രശ്നമാണല്ലോ. എന്ത് പറ്റി സാർ? ഓട്ടോമാറ്റിക് അല്ലാണ്ട് പറ്റില്ല. അതിനുവേണ്ടി പുതിയ വണ്ടി വാങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഐ എം സോ സോറി. ഇറ്റ്സ് ഓക്കെ സാർ. ശ്രുതി, ഞാൻ കളിക്കാൻ പോവാ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ വരാൻ കുറച്ച് വൈകും. നീ കിടന്നു, ഞാൻ കീ എടുത്തിട്ടുണ്ട്. ഹലോ, കിരണല്ലേ? അതെ. സോറി, ബുദ്ധിമുട്ടിപ്പിച്ചാലും ക്ഷമിക്കണം. കിരൺ ഇവിടെ ഒറ്റയ്ക്കാ താമസം അല്ലേ? അധികം വളച്ചു കെട്ടുന്നില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളിനി അവളോട് കാശ് ചോദിക്കരുത്. ആഹാ, നിങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനും വളച്ചു കിട്ടുന്നില്ല. 50 ലക്ഷം രൂപ എന്ന് നമുക്ക് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാം. 50 ലക്ഷം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും കാശുള്ളവനല്ല ഞാൻ. എനിക്ക് സാധിക്കുന്ന പരമാവധിയാണ് 10 ലക്ഷം. അത് ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. എൻ്റെ ഭാര്യയുടെ മാനത്തിന് വില പറയല്ലേ പ്ലീസ്. ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയുടെ മാനത്തിന് 10 ലക്ഷം പോയിട്ട് 10 പൈസയുടെ വില പോലുമില്ല. ഞാൻ പറഞ്ഞ 50 ലക്ഷം അത് നിങ്ങളുടെ മാനത്തിന്. നിങ്ങളുടെ ഭാര്യ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരത്തോട് അവൾ കാണിച്ച ആവേശം നിങ്ങൾക്ക് കാണണോ? ഞാൻ പറഞ്ഞ 50 ലക്ഷം തന്നില്ലെങ്കിൽ ഈ വീഡിയോ ലോകം മുഴുവൻ കാണും. എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് അവൾ എത്ര തവണയും പറഞ്ഞെന്നറിയോ? ഓരോ തവണയും നിങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അവൾ മനസ്സിലോർക്കുന്നത് എന്നെയാ. അത്രയും ഗതികെട്ട നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആണായി അറിയപ്പെടാൻ 50 ലക്ഷം കൂടുതലല്ല.
നിർത്ത് ഇങ്ങോട്ട് കയറി നിർത്ത്. പുറത്തിറങ്ങും. ആ ബുക്കും പേപ്പറും എടുത്തു. ശരി. സനല്ലേ സാർ, ഈ വണ്ടി മൊത്തം ചെക്ക്. ഡിക്കി ഓപ്പൺ ചെയ്യും. ആ പുറത്തിറങ്ങും. ആ ബുക്കും പേപ്പറും എടുത്തു. ശരി. സനല്ലേ സാർ, ഈ വണ്ടി മൊത്തം ചെക്ക്. ഡിക്കി ഓപ്പൺ ചെയ്യും. ആ എന്താ ഇത്? ജൈവവളം. ജൈവവളമോ? ആ ചാക്കൊന്ന് തുറന്നേ. ഡോക്ടറാണല്ലേ? അതെ. സോറി ഡോക്ടർ, എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്ന സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതാണ്. എന്തോ കഞ്ചാവ് കേസാ. സാർ വെക്കും. താങ്ക് യു. ആ ഡോക്ടറെ, ബുക്കും പേപ്പറും കയ്യിൽ വെച്ചേക്ക്. വഴിയിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവും. ഓക്കെ സാർ. ബൈക്ക്. ആ ഡോക്ടറെ, ബുക്കും പേപ്പറും കയ്യിൽ വെച്ചേക്ക്. വഴിയിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവും. കാറൊക്കെ വാങ്ങിച്ചോ? ഇല്ല. അത് പറ്റി? ഞാൻ ഉദ്ദേശിച്ച കാരണം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല. അത് അവിടെ ചെന്നപ്പോഴും മനസ്സിലായത്. അപ്പൊ ഇനി വേറെ നോക്കണ്ടേ? വേറെ നോക്കണം. അതുവരെ ക്യാഷ് അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. അത് ശരി. ഇപ്പൊ തോന്നുന്നുണ്ടോ ലോൺ എടുക്കുന്നതായിരുന്നു നല്ലതെന്ന്? തീർച്ചയായും. ഇനി പോലെ അങ്ങനെ ഓക്കെ. താങ്ക് യു. ഓക്കെ, ശരി.
പറഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. നിന്റെ ബോസ് അകത്തില്ലേ? ഇല്ലല്ലോ, 4 ദിവസമായി കിരൺ സാർ വന്നിട്ട്. 4 ദിവസമായിട്ട് എന്നെ ഫോണിലും കിട്ടുന്നില്ല. അവൻ അവിടെ പോയെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, 4 ദിവസമായി ഫോണും സ്വിച്ച് ഓഫാ. അവൻ വന്ന ഉടനെ ഒന്ന് വിളിക്കാൻ പറയും. പറയാം. ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബാങ്ക് ഡീറ്റെയിൽസ് ഗുഡ് മോർണിംഗ് സർ. Sit down, please. Anything new? സർ, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു മാൻ മിസ്സിംഗ് കേസ്. സിറ്റിയിൽ ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ഒരു കിരൺ കഴിഞ്ഞ 6 ദിവസമായി അയാളെ കാണാനില്ല. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് വിവരമൊന്നുമില്ല. എറണാകുളം റൂറലിൽ നിന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അവർ ഇഷ്യൂ ചെയ്ത് ലുക്കൌട്ട് നോട്ടീസ്. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന കിരൺ എന്ന യുവാവിനെ കാണുവാനില്ല. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. സർ, നമുക്ക് ഏറ്റെടുക്കാനുള്ള ഗൗരവം ഈ കേസിനുണ്ടോ? കാരണം ഇയാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് ഇതുവരെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം. ഒരാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിലൊരു അസ്വാഭാവികതയില്ലേ? അയാൾ എവിടെയെങ്കിലും യാത്ര പോയതായിരിക്കും. എങ്കിൽ പിന്നെ അയാൾക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടി? അങ്ങനെ ചോദിക്കേ. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് അയാൾ എന്തിനാ ആരോടും പറയാതെ പോയി? അവിടെയാണ് ഈ കേസിന്റെ മർമ്മം. നമുക്കറിയേണ്ടത് അത് തന്നെയാണ്. അയാൾ എന്തിന് ആരോടും പറയാതെ പോയി? അയാളെ കാണാനില്ലെന്ന് ആദ്യം തോന്നിയത് ആർക്കാ? അയാളുടെ ഫിറ്റ്നസ് സെന്ററിലെ ഒരു ജോലിക്കായിരിക്കും. ആദ്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ്. സർ, ഇത് വലിയ സെറ്റപ്പാണല്ലോ സർ. ഇത് ഇവിടുത്തെ പണക്കാരുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫിറ്റ്നസ് സെന്റർ. മീര, ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് നമുക്ക് ഉപയോഗമുള്ള കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവരുത്. അത് മനസ്സിലായ പിന്നെ ഒരു കാര്യങ്ങൾ പറയാൻ മടിക്കും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വിവരം കിട്ടുമ്പോൾ അത് പുറത്ത് കാണിക്കരുത്, ഉള്ളിൽ ഒതുക്കണം. മനസ്സിലായോ? സർ, ഹലോ മാഡം. ആരാ? സൗമ്യ. ഞാനാണ് മാഡം. സൗമ്യല്ലേ കംപ്ലൈന്റ് വന്നത്? അതെ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എത്ര നാളായി സൗമ്യ ഇവിടെ ജോലിക്ക് കയറിയിട്ട്? 6 മാസമായി. ഈ കിരൺ ഇതിനു മുമ്പ് ഇതുപോലെ പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല മാഡം, ആദ്യമായിട്ട് ഇങ്ങനെ. 4 ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വീട്ടിൽ പോയി നോക്കി, വീടും പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അപ്പോഴാണ് പോലീസിനെ അറിയിക്കണമെന്ന് തോന്നി. ഇത് വാടകയ്ക്കല്ലേ? അതെ സാർ. അയാൾക്ക് വാഹനം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാറുണ്ട്, അത് വീടിന്റെ മുറ്റത്ത് കിടക്കണ കണ്ടു. സൗമ്യ എപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കിരണിനെ കണ്ടത്? കാണാതാവുന്നതിന്റെ തലേ ദിവസം. അന്ന് ഒത്തിരി നേരം ലാപ്ടോപ്പിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടു. അയാൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് സാർ, എന്ത് കാര്യം കണ്ടാലും ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്യും. അതാ ശീലം. ആ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടോ? ഇല്ല സാർ, ആ ലാപ്ടോപ്പ് കൂടെ കൊണ്ടേയിരിക്കുക. അയാൾക്ക് ഇവിടെ പ്രത്യേക മുറിയുണ്ടോ? ഇല്ല മാഡം, ഇവിടെ ഓഫീസ് ഫയൽസ് മാത്രമേ വെക്കാറുള്ളൂ. അയാൾ എങ്ങനെയാ എപ്പോഴും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളാണോ? ഇല്ല, കൂടുതൽ ATM കാർഡാണ് ഉപയോഗിക്കാറ്. അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട് സാർ, കാണാതായപ്പോൾ കുറേ പേര് അന്വേഷിച്ചു. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും സാർ. ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. അയാളുടെ ഫോൺ റെക്കോർഡ്സ്, ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. ഷുവർ സർ. സർ, എന്ത് പറ്റി സർ? ഒന്നുമില്ല, അടുത്ത പേഷ്യന്റ് വിളിച്ചു. സുനിൽ സർ, ആ കിരണിന്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തു. വീടുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അയാളുടെ അനിയനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോളേജിൽ അയാൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങിയത് ഫിറ്റ്നസ് സെന്റർ ആണ് സർ. അത് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുമുണ്ട്. ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനായിട്ട് നല്ലൊരു തുക ലോൺ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാവാൻ വഴിയില്ല. അയാളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അറിവിൽ അയാളുടെ ഒരേ ഒരു വരുമാനം ഈ ഫിറ്റ്നസ് സെന്ററാണ്. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 13-ാം തീയതി ബുധനാഴ്ച 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു വിനായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാതാകുന്നതുവരെ മറ്റു പലരുമായും ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത ഏതോ രീതിയിൽ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആവാൻ വഴിയില്ല. അതുകൊണ്ടാവും പറയാതെ പോയത്. ഞാൻ അയാളുടെ ഫോൺ റെക്കോർഡ്സ് ചെക്ക് ചെയ്തു. അയാളെ കാണാതായതിന്റെ തലേ ദിവസം രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അത് ഓൺ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും നമ്പർ അയാൾക്കുണ്ടായിരിക്കും. വേറെ ബിസിനസ്സിന് പോകുമ്പോൾ വേറെ നമ്പർ ആയിരിക്കും അയാൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, കാണാതായ ശേഷം കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം പിൻവലിച്ചിട്ടുമില്ല. കാറിന്റെ മേലെ അധികം പൊടിയില്ലല്ലോ. മിനിഞ്ഞാന്ന് മഴ പെയ്തല്ലോ.
നമ്മൾ ആദ്യം നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും പ്രധാനം. കുന്തം പോയാൽ കുടത്തിലും തിരയുന്ന സ്വഭാവമായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ കണ്ടാലും അത് നോട്ട് ചെയ്ത് വെക്കണം. നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നത്. സാറ് കള്ളനാവാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. കള്ളനെ പിടിക്കാൻ അതിലും വലിയ കള്ളനാവണം മീര. ഒറ്റനോട്ടത്തിൽ അസാധാരണമായൊന്നും തോന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയണം. സർ, യാത്ര പോകുന്ന ഒരാൾ ഇത്രയും രൂപ വെറുതെ വീട്ടിൽ വെച്ചിട്ട് പോകും? എങ്കിൽ അയാൾ പണമൊട്ടും ആവശ്യമില്ലാത്തൊരു യാത്രയ്ക്കായിരിക്കും പോയത്. സർ, ആ ലാപ്ടോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ അയാൾ അതും കൊണ്ടുപോയിട്ടുണ്ടാവും സർ. ഉണ്ടാവാം, പക്ഷെ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണണ്ടേ? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു CD-യോ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവോ ഒന്നും കാണുന്നില്ല. അത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നണില്ലേ? ഒരുപക്ഷെ അതും അയാൾ കൊണ്ടുപോയി കാണും. ആവാം, പക്ഷെ അയാൾ തന്നെയാണോ അത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാലും ഈ വീട്ടിൽ കാണുന്നതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. ഈ സൗണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്തും ഈ സൗണ്ട് ഇല്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സൗണ്ട് കേട്ടിട്ട് അവിടെ മാത്രം സോപ്പിട്ട് കഴിക്കുമല്ലോ തോന്നുന്നു. കറക്റ്റ്. എന്തിന് ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കണം? അവിടെ രക്തം വീണിട്ടുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് പോലീസ് ബുദ്ധി. സംശയകരമായ രീതിയിൽ ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടാൽ അവിടെ വീണത് രക്തമായിരുന്നു എന്ന് വേണം നമ്മൾ ആദ്യം സംശയിക്കാൻ. മാഡം, ഒരു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിക്കുന്നത് രക്തക്കറ മായ്ക്കാനായിരിക്കും. അതാണ് ക്രിമിനൽ സൈക്കോളജി. രക്തക്കറ മായ്ക്കുന്നത്ര എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ഉപയോഗിക്കേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല, പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി കെമിക്കൽസും സ്പ്രേ ചെയ്തിട്ടുണ്ട്. കഴുകി കളഞ്ഞാൽ പിന്നെ രക്തമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനാണ് ലൂമിനോൾ ടെസ്റ്റ്. കഴുകിയ സ്ഥലത്ത് ലൂമിനോൾ സ്പ്രേ ചെയ്യണം. എന്നിട്ടൊരു അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നോക്കിയാൽ മതി. എത്ര നന്നായി കഴുകിയാലും രക്തം വീണ ഭാഗം തിരിച്ചറിയാൻ പറ്റും. സർ, ഇത്രയും ഭാഗത്ത് രക്തം വീണിട്ടുണ്ട്. ബ്ലഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ച് ആർക്കോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മർഡർ തന്നെ നടന്നിട്ടുണ്ടാവും. കമോ സർ. ഇതാ നോക്കിയേ. ആ സെറ്റിൽ ഒരു കത്തി മാത്രം ഇല്ലാത്തത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ കത്തി ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അക്രമി ആ കത്തിയും കൊണ്ടുപോയിട്ടുണ്ടാവും. സർ, മുറിവേറ്റത് കാണാതായ കിരണ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചതായിക്കൂടെ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ രക്തം കാണാതായ കിരണിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് വേണ്ടി വരും. പക്ഷെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് കണ്ടറിയണം. എനിവേ, വി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. ആവശ്യമെങ്കിൽ ബാക്കപ്പ് ടീമിനെ വിളിച്ചോളൂ. യെസ് സർ. പിന്നെ ഒരു കാര്യം, സർ. ഇവിടെ ഒരു കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്നത് പോലും പുറത്ത് ആരും അറിയരുത്. യെസ് സർ. ടോപ്പ് സീക്രട്ട്. സർ. കം ഓൺ മീര. സർ, കുറ്റാന്വേഷണത്തിന് ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ക്രൈം നടന്ന സ്ഥലത്തു നിന്നും മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ആ തെളിവുകളെല്ലാം ഉണ്ടാവുന്ന തരത്തിൽ ഒരു ക്രൈം എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിയറിയാണ്. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ പിന്നീട് കിട്ടുന്ന എല്ലാ തെളിവുകളും യോജിച്ചു വരും. മറിച്ചാണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ തിയറിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഒടുവിൽ എല്ലാ തെളിവുകളും കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു തിയറി ഉരുത്തിരിഞ്ഞു വരും. അതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന സത്യം. ഏത് കേസും തെളിയിക്കാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കിട്ടിയ തെളിവുകൾ വെച്ച് നമുക്കൊരു തിയറി ഉണ്ടാക്കാം. കാണാതായ കിരൺ ആരുടെയോ കടുത്ത ശത്രുത സമ്പാദിച്ചിട്ടുണ്ട്. ആ ശത്രുവോ അയാളെ ഏർപ്പെടുത്തിയ മറ്റൊരാളോ കിരണിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അവിടെ ചെല്ലുന്നു. പൂട്ടുപൊളിച്ചതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ കിരൺ വാതിൽ തുറന്നു കൊടുത്തു എന്ന് വേണം കരുതാൻ.
കൊലയാളി അകത്ത് കിടന്ന് കൊല നടത്തുന്നു, മുറി വൃത്തിയാക്കുന്നു, ബോഡി കടത്തിക്കൊണ്ടുപോകുന്നു. മിക്കവാറും ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ലാപ്ടോപ്പും സ്റ്റോറേജ് ഡിവൈസും ഒഴികെ മറ്റൊന്നും കാണാതായതായി നമുക്കറിയില്ല. അതിനാൽ കൊല നടക്കാൻ ഇടയുള്ള എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും. ഇതാണ് എൻ്റെ തിയറി. ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് ഈ തിയറി ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. സാറിന്റെ തിയറിയിൽ ഒരു കറക്ഷൻ വേണമെന്ന് തോന്നുന്നു. അടുക്കളയിൽ ഇരുന്ന കത്തികൊണ്ടാണ് കുത്തിയതെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലായിരിക്കും കൊല നടത്തിയത്. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൊലയായിരുന്നെങ്കിൽ ആയുധം കൊലയാളി തന്നെ കൊണ്ടുവരുമായിരുന്നു. ഗുഡ് പോയിന്റ്. കൊല നടത്തിയ രീതിയെക്കുറിച്ച് പഠിച്ചാൽ കൊല നടത്തിയ ആളെക്കുറിച്ചും മനസ്സിലാക്കാം. ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കി. ഡെഡ് ബോഡിയുമായി സമയം ചെലവഴിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് കൊലയാളി. അല്ലെങ്കിൽ ബോഡി അയാൾ തന്നെ കൊണ്ടുപോവില്ല. അത്തരക്കാരെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് മുൻപ് കൊല നടത്തിയിട്ടുള്ള ഒരു വാടക കൊലയാളിയാണ്. പിന്നെ ഇറച്ചിവെട്ടുകാർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ശീലമുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ഇവരൊക്കെ ആ ലിസ്റ്റിൽ വരും. അയാൾ ഒരു വാടക കൊലയാളിയല്ല. ആയിരുന്നെങ്കിൽ തറ വൃത്തിയാക്കാൻ അയാൾ മെനക്കെടില്ലായിരുന്നു. വേറെയുമുണ്ട് സർ. ആ ഭാഗത്തെങ്ങും കിരണ്ട് ഉൾപ്പെടെ ഒറ്റ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് കാണാനില്ല. കാരണം എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിരിക്കുവാണ്. അതിന്റെ അർത്ഥം കൊല നടത്തേണ്ടി വന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അതിനുശേഷം തെളിവ് നശിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ അന്വേഷണ രീതിയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കൊലയാളി എന്തിന് ഇത്രയധികം പ്ലാൻ ചെയ്യണം? ഒരു കാരണവശാലും പിടിക്കപ്പെടാതിരിക്കാൻ. അപ്പൊ പിടിക്കപ്പെട്ടാലോ ജയിലിൽ പോയാലോ ഒരുപാട് നഷ്ടപ്പെടാനുള്ള ആളാവണം കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളായിരിക്കണം. അത്രയ്ക്ക് ഉന്നത സ്ഥാനമുള്ള ആളെ എന്തിനു കൊല നടത്തണം? പോലീസിൽ പരാതിപ്പെട്ടാ പോരെ? പോലീസിൽ പരാതിപ്പെട്ടാൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കുറ്റമാണ് മരിച്ചയാൾ ചെയ്തതെങ്കിലോ? ഉദാഹരണത്തിന് അയാളുടെ മകളെ ഈ കിരൺ റേപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ കാമുകനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും. സർ, മരിച്ചയാൾ നല്ല കരുത്തനാണ്. അങ്ങനെ ഒരാളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തണമെങ്കിൽ കൊന്നയാൾ നല്ല കരുത്തനാവണം. അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിന് അയാൾ മുതിരില്ല. ഇത്രയും വെച്ച് കൊലയാളിയുടെ ഒരു ക്യാരക്ടർ പ്രൊഫൈൽ ഒന്ന് തയ്യാറാക്കി. ഉയർന്ന ബുദ്ധിയുള്ള ആളാണ് കൊലയാളി. ശവശരീരങ്ങളുമായി ഇടപെടാൻ ഒട്ടും മടിയില്ലാത്ത ആൾ. പോലീസിന്റെ ഫോറൻസിക് രീതിയെക്കുറിച്ച് അറിയാൻ പറ്റിയ വിദ്യാഭ്യാസമോ ജോലിയോ ഉള്ളയാൾ. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, ഒപ്പം നല്ല കരുത്തനുമാണ്. പക്ഷെ മുറിയിൽ രക്തം വീണതുകൊണ്ട് മാത്രം കൊല നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതൊരു സാഹചര്യ തെളിവ് മാത്രമാണ്. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടതിന് വ്യക്തമായ തെളിവ് വേണം. യു മീൻ ബോഡി? യെസ്. പക്ഷെ ബോഡി കിട്ടാൻ സാധ്യത കുറവാ. കാരണം തെളിവ് നശിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടി കൊലയാളി ബോഡി നശിപ്പിച്ചിട്ടുണ്ടോ? അതെ, തൽക്കാലം കാത്തിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്ത് കിരണിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കൂ. ഇതിനെയാണ് വിക്ടിമോളജി എന്ന് പറയുന്നത്. മരിച്ചയാളെ പറ്റി നന്നായി മനസ്സിലാക്കിയാൽ അയാളെ കൊല്ലേണ്ട ആവശ്യം ആർക്കാണെന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ കൊന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ ആദ്യം മരിച്ചത് ആരാണെന്ന് അറിയണം. ഈ കിരണിന്റെ എല്ലാ റെക്കോർഡ്സും ട്രേസ് ചെയ്യൂ. പിന്നെ അയാളുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, പിന്നെ അയാൾ വളർത്തുന്ന പട്ടി, പാറ്റ, പൂച്ച തുടങ്ങി സകലതിന്റെയും റെക്കോർഡ്സ് വേണം. യെസ് സർ. വാസോട്ടാ, ഓള് വല്ലതും കിട്ടിയാ? നീ നിന്നെ ഇവിടെ എന്തോ കിടക്കണ്ട്.